ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന വെച്ചിട്ടുള്ള ഒരു നല്ലൊരു കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. റോബസ്റ്റ പഴമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ റോബസ്റ്റ പഴം കുറച്ച് വലിയ പഴമാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു കഷ്ണം എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഒരു മീഡിയം സൈസുള്ള റോബസ്റ്റ പഴം, നല്ല പഴുത്ത പഴം തന്നെ ആവണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്കിവിടെ ഈ റോബസ്റ്റ പഴമാണ് കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്യുക. ഞാനിപ്പോൾ പക്ഷേ ഫോർക്ക് വെച്ചിട്ട് ചെയ്തു, പക്ഷെ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തു. അപ്പോൾ കൈ കൊണ്ട് ഉടയ്ക്കാണ്ട് ഏറ്റവും എളുപ്പം. മിക്സിയിലിട്ട് അടിക്കണ്ട, കൈ കൊണ്ട് നന്നായി ഉടയ്ക്കുക. ചെറിയൊരു കഷ്ണം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉടയ്ക്കുക പറഞ്ഞാൽ വളരെ ഈസി അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് കൈ കൊണ്ട് അങ്ങോട്ട് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്താലാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പിന്നെ ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതായത് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അതുകൊണ്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്യണത്. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ആയാലും മതി, മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. അതിന് ഞാൻ കുറച്ച് പാലൊഴിക്കും. 1/2 കപ്പിൻ്റെ പകുതി പാലൊഴിച്ചു. പാല് ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിക്കേണ്ടത്. കാച്ചിയ പാലായാലും കുഴപ്പമില്ല, കാച്ചാത്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് ചേർക്കുന്നത് കാച്ചിയ പാലാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആവണം, ശ്രദ്ധിക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. 1 കപ്പ് ഇതുപോലെ വടിച്ചിട്ട് ഇടണം, അങ്ങനെ നിറച്ചിടരുത് കേട്ടോ. ഇതുപോലെ വടിച്ചിട്ട് 1 കപ്പ് ഇടുക. നമ്മൾ കുത്തി നിറയ്ക്കരുത് കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മൈദയാണ്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. രണ്ടായാലും നമ്മൾ കപ്പിലെടുക്കുമ്പോൾ ഒരു കപ്പിൽ സ്പൂൺ കൊണ്ട് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ സ്പൂൺ കൊണ്ട് കപ്പിലേക്ക് ഇട്ടിട്ട് അത് ഇങ്ങനെ ലെവൽ ചെയ്യണം. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കേക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള പാലും കൂടി ചേർത്തു. അപ്പോൾ ഞാൻ 1/2 കപ്പ് മുഴുവൻ പാലും ചേർത്തു കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വല്ലാതെ അങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് അടിക്കുന്നരുത് കേട്ടോ. അങ്ങനെ മെല്ലെ. ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാൻ പറ്റുവെച്ചാൽ നിങ്ങളുടെ കയ്യിൽ സ്പാച്ചുല ഉണ്ടെങ്കിൽ അതുകൊണ്ട് നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ വിസ്ക് കൊണ്ട് മെല്ലെ അത് നന്നായിട്ട് ചെയ്യുക കേട്ടോ. കഴിയുന്നതും ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്ലോക്ക് വൈസ് കുറച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ കട്ട് ആൻഡ് ഫോൾഡായിട്ട് ചെയ്യാൻ പറ്റുവെച്ചാൽ എത്രയും അതന്നെ നല്ലത്. നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ അതിങ്ങനെ ലെവൽ ചെയ്തിട്ട് എടുക്കണം, നിറച്ചായിട്ട് എടുക്കരുത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ട് 1 സ്പൂൺ മൈദ അല്ലെങ്കിൽ നിങ്ങൾ ഏതാ ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൽ ചേർക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നട്ട്സ് ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ആ കാഷ്യൂ ഒക്കെ ചേർക്കുമ്പോൾ അതിങ്ങനെ ആ ബൈറ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കൂടുതൽ കാഷ്യൂ ചേർത്താൽ അത്രയും ടേസ്റ്റാണത്. പിന്നെ ഞാനിത് ഒരു മയം പരട്ടിയിട്ട് അടിയിൽ ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കാരണം ഞാൻ ഒന്നും കാണിച്ചില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൊത്തം കുറച്ച് ബട്ടർ പരട്ടുക ആ ട്രേയിൽ. എന്നിട്ട് കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മറക്കരുത് കേട്ടോ, ടാപ്പ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനിയിപ്പോൾ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണത്. ഇതൊരു പഴയ ഒരു നോൺ സ്റ്റിക്ക് കടായി, ഞാൻ ഉപയോഗിക്കാത്തതാണ്. ഞാനങ്ങനെ പുതിയ പാത്രങ്ങളൊന്നും ഇങ്ങനെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാറില്ല. പിന്നെ ആ പാത്രമൊക്കെ കേടുവരും. അത് കാരണം നല്ല പാത്രങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ല അലുമിനിയത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഇങ്ങനെ കടായിയോ പഴയതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആ പാത്രം ഒരു 10 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിൽ വെക്കാവൂ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് എന്തായാലും എടുക്കും. 40-45 മിനിറ്റ് കേട്ടോ. അപ്പോൾ 40-45 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ആ മണം ഇങ്ങനെ വരാൻ തുടങ്ങും. ആ കേക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആ നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ നടുവിലൊന്ന് കുത്തി കൊടുത്താൽ മതി. സൈഡിലല്ല കേട്ടോ, നടുവിൽ തന്നെ കുത്തി കൊടുക്കണം. അപ്പോൾ അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടാണ് ആയി എന്നാണ് അർത്ഥം. ഇനി ഇത് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പേപ്പറൊക്കെ മാറ്റി. ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിട്ടുണ്ട്. കേക്ക് നല്ല സൂപ്പറായിരുന്നു. ഇത് ഉണ്ടാക്കിയിട്ട് ആ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഇത് പ്ലേറ്റ് കാലിയായിട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്, ഉണ്ടല്ലേ. അപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സ്പഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഉണ്ടല്ലേ, നല്ല പറയുന്ന കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടാവും. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങളുടെ കയ്യിൽ പഴവും ഇതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതാ വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പെട്ടെന്ന് അറിയിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ആളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്